ഏവർക്കും സ്പോട്ടോപ്പയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗ് പൊസിഷനെ കുറിച്ചാണ്. സ്ട്രൈക്കിംഗ് പൊസിഷനിൽ ഇപ്പോ നമുക്ക് വലിയ പേര് കേട്ട ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഒരു സൈനിങ് കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. പെപ്രയാണ് ഇപ്പൊ ആകെയുള്ള ഒരു സൈനിങ് എന്ന് പറയുന്നത്, ഫോറിൻ സൈനിങ്. ഈ ഒരു ഫോറിൻ സൈനിങ് ആര് സൈൻ ചെയ്യുമെന്നുള്ളതൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെ. അപ്പൊ ഏത് തരം പ്ലെയറെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് ചൂസ് ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മിക്കായൽ സ്റ്റാറുടെ പ്രീ സീസൺ മത്സരം എടുത്തു നോക്കിയാലും നമുക്കിപ്പോ ഡൂറന്റ് കപ്പ് മത്സരം എടുത്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറെ തന്നെയാണ് ആവശ്യം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയുള്ളത്. കാരണം ഇപ്പൊ നോവ സദോയി ആയാലും ഐമണൊക്കെ ആയാലും റൈറ്റ് നിന്നും ലെഫ്റ്റ് നിന്നും ഒരുപാട് ക്രോസുകളൊക്കെ പോസ്റ്റിലേക്ക് വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഐബൻ റൈറ്റ് ബാക്കായിട്ട് കളിക്കുന്നുണ്ട്. പുള്ളിക്കാരനും കട്ടിങ് ചെയ്ത് പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. നല്ല നല്ല ക്രോസുകൾ കൊടുക്കുന്നുണ്ട്. സഹീഫായാലും ഇതേ പരിപാടികൾ നോക്കുന്നുണ്ട്. അപ്പൊ മിക്കാൽ സാറുടെ കേസിൽ വിങ്ങുകളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ കളിക്കുന്നത്. അപ്പോ വിങ്ങിൽ നിന്ന് വരുന്ന ഒരുപാട് ക്രോസുകളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ട്രൈക്കറെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. അവിടെ നമുക്ക് നല്ലൊരു സ്ട്രൈക്കർ എന്ന് പറയുന്നത് ഫിസിക്കലൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കർ ആയിരിക്കും ഒന്നുകൂടി നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഡയസിന്റെ കേസിൽ എടുത്തു നോക്കിയാലും ആസാന്റെ കീഴിൽ ഡയസ് കളിച്ചിരുന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു. അത് നമ്മൾ കളിയിലുടനീളം നമുക്ക് ആ ഒരു ഗെയിം ശൈലി കാണാൻ പറ്റുമായിരുന്നു. ദിമിയുടെ കേസിലും ഇതേ സെയിം സാധനമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരനും കുറച്ചുകൂടി ഫിസിക്കലായിട്ടൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു താരമാണ്. അപ്പൊ അതേപോലത്തെ ഒരു താരത്തെ നമുക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്പോട്ടോപ്പിയക്ക് തോന്നുന്നത്. അപ്പോ റൊമേനിയൻ സ്ട്രൈക്കറൊക്കെ സൈൻ ചെയ്യാൻ നിൽക്കുകയാണ് എന്നുള്ള വാർത്തകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സും പരിപാടികളും ആ ഒരു സ്ട്രൈക്കറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും